ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കണം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യണം. അടുത്ത് നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. മുട്ടയും പാലും പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് വിസ്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് അഥവാ ഇത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി കുറേശ്ശായിട്ട് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാലിങ്ങനെ കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ മാവ് വല്ലാണ്ട് ലൂസായി പോവും. മാവ് ലൂസായാൽ പിന്നെ നമ്മൾ അപ്പം നന്നായി കിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മൾ ബാറ്റർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലും ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവിലേക്ക് ആദ്യം 1/2 കപ്പ് പാലും പിന്നെ 4 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടിയത്. ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിരിക്കണം. അധികം ലൂസ് ആവാൻ പാടില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഇനി നമുക്ക് മാവ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മാവ് ശരിക്കും സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ഒരു മീഡിയം ചൂടേ പാടുള്ളൂ, അധികം ചൂടാവാണ്ട് ശ്രദ്ധിക്കണം. ഇനി ഇതുപോലെ ഒരു കുഴിയുള്ള സ്പൂണിൽ കുറച്ച് ചൂടായ ഓയിൽ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 5 സെക്കൻഡിന് ഈ സ്പൂണ് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. സ്പൂണ് നന്നായി ചൂടാകുമ്പോൾ മാവ് തന്നാലെ തന്നെ അടന്നു വരും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മാവ് സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 5 സെക്കൻഡിന് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് തന്നെ ഈ മാവ് അടന്ന് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അപ്പത്തിന് നല്ലൊരു ഷേപ്പും കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തതാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം ബ്രൗൺ ആയി കിട്ടും, ഇതിൻ്റെ ഉള്ളൊട്ടും വെന്ത് കിട്ടൂല. ഇനി ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ശരിക്കും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സ്പൂണിൽ മാവ് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് നമുക്ക് അപ്പത്തിനൊക്കെ നല്ല റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഫ്രൈ ചെയ്ത അപ്പമൊക്കെ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കണം. വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.